തിരുസഭ മറ്റു വിശുദ്ധന്മാരെക്കാൾ മാർ യൗസേപ്പിനെ ബഹുമാനിക്കുന്നു. വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നതിൽ തിരുസഭ ചില മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ കന്യകയ്ക്ക് നൽകുന്ന വണക്കം അതിവണക്കം എന്ന് പറയുന്നു. മറ്റു വിശുദ്ധന്മാർക്ക് നൽകുന്ന ബഹുമാനത്തിന് വണക്കം എന്നത്രേ പറയുന്നത്. മറ്റു വിശുദ്ധന്മാരിൽ എല്ലാം കൊണ്ടും ഏറ്റവും സമാദരണീയൻ നമ്മുടെ പിതാവ് മാർ യൗസേപ്പ് അത്രേ. അദ്ദേഹം ഭൂമിയിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രതിപുരുഷനായിരുന്നു. മർത്യനായി അവതരിച്ച സുതനായ ദൈവത്തിന്റെ വളർത്തു പിതാവ്, പരിശുദ്ധാത്മാവിന്റെ നിർമ്മല മണവാട്ടിയുടെ വിരക്ത ഭർത്താവ് എന്നീ നിലകളിൽ വീക്ഷിക്കുമ്പോൾ നമ്മുടെ വത്സല പിതാവ് ദൈവമാതാവ് കഴിഞ്ഞാൽ മാനവകുലത്തിൽ ഏറ്റവും ബഹുമാന്യനും വിശുദ്ധനും തദ്വാര വണക്കത്തിനും അർഹനാണ്. തന്നിമിത്തം തിരുസഭാംബിക വിശുദ്ധ യൗസേപ്പിന്റെ അപദാനങ്ങളെ പ്രകീർത്തിക്കുന്നതിൽ ഉത്സുകയാണ്. അവളുടെ അരുമ സന്താനങ്ങളെ അതിനായി ഉത്ബോധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ആദിമ ശതകങ്ങളിൽ അവതരിപ്പിച്ച നിത്യവചനത്തിന്റെ വ്യക്തിത്വത്തിലാണ് തിരുസഭ അവളുടെ ശ്രദ്ധ കൂടുതലായി പതിച്ചത്. അതിനുശേഷം ദൈവജനനിയോടുള്ള ഭക്തിയിൽ പുരോഗമിച്ചു. പിന്നീട് മാർ യൗസേപ്പിനോടുള്ള ഭക്തി പരിപോഷിപ്പിക്കുന്നതിലും സഭാമാതാവ് തൽപരയായിരുന്നു. വിശുദ്ധന്മാരെ ബഹുമാനിക്കുമ്പോൾ അതിലൂടെ സഭയുടെ സന്താനങ്ങൾക്കുളവാകുന്ന ആധ്യാത്മിക നന്മയാണ് വിശുദ്ധരെ ബഹുമാനിക്കുന്നതിനുള്ള പ്രചോദകമായ വസ്തുത. മാർ യൗസേപ്പ് പിതാവിനെ ബഹുമാനിക്കുമ്പോൾ മറ്റു വിശുദ്ധരെ ബഹുമാനിക്കുന്നതിൽ കൂടുതലായ പ്രയോജനമുണ്ടാകുന്നതാണ്. തന്നിമിത്തം പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ മാർ യൗസേപ്പിനോട് മറ്റു വിശുദ്ധന്മാരെ അപേക്ഷിച്ച് തിരുസഭ കൂടുതൽ ഭക്തി പ്രകടിപ്പിക്കുന്നു. മാർ യൗസേപ്പ് ഭൂമിയിൽ പിതാവായ ദൈവത്തിന്റെ സ്ഥാനക്കാരനായിരുന്നു. പുത്രനായ ദൈവത്തിന്റെ വളർത്തുപിതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായിരുന്നല്ലോ. തിരുകുടുംബനാഥൻ എന്നുള്ള നിലയിൽ തിരുസഭയുടെ ഭാഗധേയങ്ങളിൽ മാർ യൗസേപ്പ് അതീവ ശ്രദ്ധാലുവാണ്. തന്നിമിത്തം സഭയുടെ സാർവത്രിക മധ്യസ്ഥനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതിൽ കാരണങ്ങളാലെല്ലാം മാർ യൗസേപ്പിനെ എല്ലാവരും കൂടുതലായി ബഹുമാനിക്കണമെന്ന് തിരുസഭ ആഗ്രഹിക്കുന്നുണ്ട്. ആധ്യാത്മികവും ശാരീരികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും മാർ യൗസേപ്പ് നമ്മളെ സഹായിക്കുമെന്നുള്ളത് നിസ്തർക്കമത്രേ. തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും.